അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായി ആഖിർ സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാന്മാരാണ് നാം. ഹബീബായ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചതാണ്, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു മുഅ്മിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വർത്തമാനം മറ്റൊരു മുഅ്മിനിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ഇല്ലാത്ത വർത്തമാനങ്ങളോ വാക്കുകളോ പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ കുറച്ചു കാലങ്ങളായി നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളിലും ഒരുപാട് വാർത്തകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പോൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പോസ്റ്റർ ഇട്ടുകൊണ്ട്, അതിൽ ഏതെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഫോട്ടോ എടുത്തുകൊണ്ട്, അതല്ല എങ്കിൽ മുസ്ലിം യുവതികളായ സ്ത്രീകൾ അന്യമതസ്ഥരോടുകൂടെ ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്ററുകളും സ്റ്റാറ്റസുകളും ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പുകളിലൂടെയും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ ഒരാളെക്കുറിച്ചും വേണ്ടാത്ത നിങ്ങൾ പറയാൻ പാടില്ല, ഒരാളെക്കുറിച്ചും വേണ്ടാത്ത നിങ്ങൾ പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, നിങ്ങളുടെ മനസ്സിന് 100% ഉറപ്പുള്ള കാര്യമല്ല നിങ്ങൾ പറയാൻ പാടില്ല, അത് അശദ്ദു മിനസ്സിന, സിനയേക്കാൾ ഏറ്റവും വലിയ തെറ്റാണെന്ന് വ്യഭിചാരത്തിനേക്കാൾ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ സത്യവിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മളിലേക്ക് വരുമ്പോൾ, ഒരു ന്യൂസ് നമ്മളിലേക്ക് വരുമ്പോൾ, ഒരു കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിർദ്ധരായ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് ഒരു വാർത്ത വരുമ്പോൾ, അതുപോലെ തന്നെ മുസ്ലിം യുവതികളായ നല്ല പെൺകുട്ടികൾ, മഫ്ത ധരിച്ച നല്ല നല്ല പെൺകുട്ടികൾ അന്യമതസ്ഥരോടുകൂടെ ചാടിപ്പോയി ഇന്ന സ്ഥലത്ത് അവർ രജിസ്റ്റർ വിവാഹം ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് എത്തിയാൽ, ഫേസ്ബുക്കിലേക്ക് എത്തിയാൽ, ഒരു നിമിഷം നല്ലവണ്ണം ചിന്തിക്കണം കേട്ടോ. ഇട്ട ആളെ വിളിച്ചുകൊണ്ട്, ആ പോസ്റ്റർ നിങ്ങളിലേക്ക് ഇട്ട ആളെ വിളിച്ചുകൊണ്ട് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഒരു സമയത്ത് പോലും നിങ്ങളതിനെ ഷെയർ ചെയ്യാൻ പാടില്ല. വാട്സപ്പിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, അതിനെങ്ങാനും നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഒരു നിമിഷത്തിനുള്ളിൽ ലോകത്തുള്ള എത്ര ആളുകളെയാണ് നാം തെറ്റിദ്ധരിപ്പിക്കുന്നത്, എത്ര മുഅ്മിനീങ്ങളാണ് അതിൽ കിടന്ന് ആ തെറ്റിദ്ധാരണയിൽപ്പെടുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പോസ്റ്റർ നമ്മളിലേക്ക് വന്നാൽ, ഒരു വാർത്ത നമ്മളിലേക്ക് വന്നാൽ 100% ആ വാർത്തയിട്ട ആളെ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ അതെങ്ങാനും നിങ്ങൾ ഷെയർ ചെയ്താൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇട്ടുകൊടുത്താൽ, അവൻ അത് കേട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. നരകത്തിന്റെ അടിത്തട്ടിലാണ് ആ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ സ്ഥാനമെന്ന് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലങ്ങൾക്ക്, വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വാട്സാപ്പ് ഉപയോഗിക്കുന്നവരായാലോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരായാലോ, നിങ്ങളുടെ കൈ തുമ്പ് കൊണ്ട് നിങ്ങൾ ഒരു പോസ്റ്ററോ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അത് 100% ഉറപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടല്ലാതെ
ഇല്ലാതെ അത് നിങ്ങൾ ഷെയർ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിനുള്ള വഴിയുമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് വേണം. ആ ഇടുന്ന സ്റ്റാറ്റസും പോസ്റ്ററും 100% ഉറപ്പല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് അവസാനം കാഫിറായി ചത്തുപോകേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അങ്ങനെ ആ ഒരു വാർത്ത ഇടുന്ന സമയത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണെന്നൊക്കെ ഉറപ്പ് വരുത്തി ആ ഇട്ട ആളുകളെ വിളിച്ച് 100% ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ആരും ഒന്നും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യരുത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എത്ര നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല ഇൽമിയായ കാര്യങ്ങൾ, ദുആ മജ്ലിസുകൾ, അതൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഷെയർ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് നല്ല മാറ്റമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.